ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരാധനയിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ആരാധനയിൽ നമുക്ക് പങ്കുചേരാം. ത്രിയേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും യഹോവയുടെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് യഹോവയുടെ നാമത്തെ വാഴ്ത്തുവൻ. ശിരസ്സുകളെ നമിക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവാലയത്തിൽ ഒരുമിച്ചിരുന്ന് ഞങ്ങൾക്ക് ആരാധിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കുചേരുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ആരാധന എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരാൻ സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും പ്രാപിച്ചവരായി ഈ ആരാധനയിൽ പങ്കുചേരാൻ സഹായിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. വായിക്കുവാനായി തിരഞ്ഞെടുത്ത സങ്കീർത്തനങ്ങളുടെ ഭാഗം സങ്കീർത്തനം 2-ാം അധ്യായം. എല്ലാവർക്കും ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 2-ാം അധ്യായം എല്ലാവർക്കും ചേർന്ന് വായിക്കാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതെന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തന് വിരോധമായി ഭൂമിയിലെ രാജാക്കാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എന്ത്? നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകിടുക. സ്വർഗ്ഗത്തിൽ വത്സിക്കുന്നു ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴ്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഇരിപ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപിടിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളും. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയിലൂടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവൻ്റെ കോപം ക്ഷണത്തിനും ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം പാരം തന്നെ. വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 6 വരെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു. എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ഈ വായിച്ചു കേട്ട തിരുവചന വേദഭാഗങ്ങൾ ദൈവം നമ്മെ ഇവരെ സമൃദ്ധി അനുഗ്രഹിക്കുവാനായിട്ട്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമ്മായിരിക്കുന്നിടത്ത് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് വിനയപ്പെടാം. സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹവും ശാന്തമേറിയ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, യുവജനങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠങ്ങളിൽ അവിടുത്തെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഒരുക്കി നൽകിയിരിക്കുന്ന എല്ലാ സാധ്യതകൾക്കും സാഹചര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കൊറോണ വൈറസിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് കർത്താവെ, ഞങ്ങൾ ഭവനങ്ങളിൽ ആയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളായിരിക്കുന്ന ഇടത്ത് ആയിരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സൗകര്യങ്ങൾ അവിടുന്ന് ഒരുക്കി നൽകിയിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സാങ്കേതിക പരിജ്ഞാനത്തിനായിട്ടും വിവര സാങ്കേതിക വിദ്യയ്ക്കായിട്ടും ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് നൽകിയിരിക്കുന്ന പരിജ്ഞാനത്തെ ശരിയായ വിധത്തിൽ വിനിയോഗിപ്പാനും അവിടുന്ന് നൽകിയിരിക്കുന്ന സാങ്കേതിക പരിജ്ഞാനത്തെ അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് വിനിയോഗിക്കാനും ഈ നാളുകളിൽ നൽകിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ഓൺലൈൻ ആരാധനയിൽ അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൂടെ ഇരിക്കണം.
ഇത് തയ്യാറാക്കുന്നതിന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ആരാധനയിൽ ഓരോ ഭാഗങ്ങൾ എടുക്കുന്നവരോടൊന്ന് ശക്തീകരിക്കണം. ദൈവകൃപയാൽ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി, യുവസമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യൗവന നാളുകൾ ഒരിക്കലും തുച്ഛീകരിക്കപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ലോകത്ത് നയിക്കുവാൻ, മാതൃകയോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടെ യൗവന നാളുകൾ കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം ദൈവകൃപ കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ യുവസമൂഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉപരിപഠന മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവിടെ വിദ്യാഭ്യാസത്തെ എല്ലാം അനുഗ്രഹിച്ചു കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, വിദേശ രാജ്യങ്ങളിൽ പല ഇടങ്ങളിലായിട്ട് നാളുകളിൽ അകപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ ദൈവം കൃപ കൊടുക്കണമേ, അനവധി നന്മകൾ കൊടുക്കണമേ എന്ന് അടിയങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രകാരം തന്നെ കർത്താവെ, PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവെ, നാളുകളിൽ അവരുടെ പരിശ്രമങ്ങൾ അവിടുന്ന് മാനിക്കും, അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലിസ്റ്റിൽ പേരുണ്ടായിരുന്നിട്ടും കർത്താവെ, തൊഴിലിനായിട്ട് കോളിംഗ് ലെറ്റർ വരാതെ വളരെ പ്രയാസത്തോടുകൂടെ ആയിരിക്കുന്ന അനേകരുണ്ട്. കർത്താവ്, അവരുടെ പ്രാർത്ഥനകൾ ഈ നാളുകളിൽ ശ്രദ്ധ വെച്ച് കേട്ട് അവിടുന്ന് അനുഗ്രഹിക്കണം. ആവശ്യമാകുന്ന ദൈവകൃപ അവിടുന്ന് കൊടുത്ത് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കണമേ, ദൈവകൃപയാൽ അവിടുന്ന് നയിക്കണമേ. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തേടുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ദൈവകൃപയാൽ അവിടുന്ന് നയിക്കണമേ. കർത്താവെ, അപ്രകാരം തന്നെ ഈ നാളുകളിൽ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. എല്ലാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന യുവാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അതിനുള്ള എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ഒരുക്കി നൽകി ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയങ്ങൾ വിനയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, കൊറോണ വൈറസിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സമൂഹമായിരിക്കുന്ന പ്രത്യേക പ്രതിസന്ധി അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ. ഈ പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവെ, വളരെ ക്രിയാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവസമൂഹത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തന രംഗത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രാഷ്ട്രീയ രംഗത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, രോഗവ്യാപനം തടയുന്നതിന്, പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ നാളുകളിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് വേണ്ടി, നഴ്സുമാർക്ക് വേണ്ടി, വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പരിശ്രമങ്ങൾ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് നാൾതോറും ജീവിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുമായി ബന്ധപ്പെട്ട യുവസമൂഹത്തിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, അകലങ്ങളിലായിരുന്നു കൊണ്ടും അവിടുത്തെ കർത്താവെ, അവിടുത്തെ ആരാധന സാധ്യമാക്കാനായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം, ദൈവകൃപയാൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ യുവജന സഖ്യത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. അതിൻ്റെ സെക്രട്ടറി, വിവിധ ഭാരവാഹികൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ്, അധികമാകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. ഈ നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ആരാധനയിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്തിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. ഈ ആരാധന മഹത്വം അവിടുന്ന് സ്വീകരിക്കണം. ഓരോ ഭാഗങ്ങൾ എടുക്കുന്നവരോടൊന്ന് ശക്തീകരിക്കണം, ദൈവകൃപയാൽ നയിക്കണം. ശേഷിക്കുന്ന സമയത്ത് ഒരു സാന്നിധ്യം പകരണം. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിൽ വാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകർത്ത ആദുഷ്ടം കൊണ്ട് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയം ജീവചരിത്രം ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് ശ്രമിക്കാം. ഇന്ന് നാം കാണുന്ന നമ്മുടെ ഭാരതം 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു. ഉച്ചനീചത്വങ്ങൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും പറഞ്ഞ് മനുഷ്യന് മൃഗത്തിൻ്റെ വില പോലും കൽപ്പിക്കാതിരുന്ന ഒരു കാലം. അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഇരുളടഞ്ഞ ഈ നാട്ടിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മിഷനറിമാർ എത്തി. അവർ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെ എഴുത്തും വായനയും പഠിപ്പിച്ചു. പള്ളികളോട് ചേർത്ത് പള്ളിക്കൂടങ്ങൾ പണിതു. നാമവസ്ത്രധാരികളെ വസ്ത്രം ഉടുപ്പിച്ചു. ഒരു സമയത്ത് പകർച്ചവ്യാധികൾ വന്ന് ആയിരങ്ങൾ മരിച്ചു വീടുകൊണ്ടിരുന്ന ഈ നാട്ടിൽ നമ്മുടെ ചികിത്സയ്ക്കായി മിഷനറി വര്യന്മാർ ആശുപത്രികൾ സ്ഥാപിച്ചു. നമ്മുടെ ഭാഷകളിൽ നിഘണ്ടുകൾ തന്നതോടൊപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവും അവർ പരിഭാഷപ്പെടുത്തി നമ്മുടെ കരങ്ങളിൽ തന്നു. അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ ഈ ഭാരതത്തെ തലയുയർത്തി നിൽക്കുവാൻ പ്രാപ്തി ഉള്ളതാക്കി മാറ്റിയ അനേക മിഷനറിമാരിൽ പ്രമുഖനായിരുന്നു 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വില്യം കേറി. ലോകത്തെ എല്ലാ മിഷനറി പ്രസ്ഥാനങ്ങളുടെയും പിതാവ് എന്നറിയപ്പെടുന്ന
മഹാനായ ആ ദൈവഭൃത്യൻ്റെ ജീവിതത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ബംഗാളിൽ വന്ന് അവിടുത്തെ ബംഗാളി ഭാഷയിലായിരുന്നു വില്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. എന്നാൽ അതിന് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ മലയാളത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. Hello madam, this is done. What is done? Polishing the shoe. So what? Take another one and do it. Why keep telling it is done, it is done? No madam, what I meant was that I want to go half an hour early. What? Half an hour early? What do you think about me? Are you not ashamed of leaving the job half done? My son is not well madam and I want to take him to hospital. I will definitely come for duty tomorrow and finish the rest of the work. But today I have to take him to hospital as he is really sick and needs medical attention. Let your son die. Who cares? If you want to get the salary of this month, finish your job and go. I don't want your salary. I don't want to work for you any longer. I have seen many people like you in my life, more rich than you, but you overpower everyone. You good for nothing woman. What do you think about me? I know how to make money without this foolish job. തോമസ്, please leave the matter. Enough is enough, William. I have a wonderful job in the English East India Company back in India. I just came here to give you company. Do you think that without this job I can't survive? ഇതെന്നാ വെള്ളരിക്കപ്പെട്ടണമോ? What did you say? What a rubbish language. Oh my God, just go back to India. What did you say, Thomas? I said whether it's a cucumber city or not. Cucumber city? You don't know anything. Kochu kallan. Kochu. What? Tell me again. I said you are a small thief. You are a thief, not me or William. Enough. Get out from here right now. Madam, please. William, don't get involved in this. I will kill you if you stay here any longer. ഓ പിന്നെ ഇങ്ങനെ എത്രയോ ഞാൻ കണ്ടിരിക്കുന്നു. Don't ever turn to this side. താണ്ടെ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. What? Chori? Good for nothing guy. Get out from here. Thomas, is it possible to reach India and how long does it take, yeah? Almost 6 months by sea. 6 months? How is it possible to go there with these little children? I don't want to leave England and go anywhere. Dorothy, look, it is God who called us to go there and do His work. We cannot help but to obey His word. Maybe God has called you, not me and my children. You go and come. We will somehow manage here. Don't you know that these children are small and they can't survive there? See, Dorothy, God has called William to go to India, so he has to go. I have been in India and working there. India is not a country full of snakes and tigers as you think. It's a beautiful country. We will work there together for His glory. How is it possible to go to such a strange land? We don't know the language, we don't have a house to stay there, and we don't know anybody. No, I don't want to come. See, Dorothy, I have to go anyway as God is calling me and I can't resist it. If you want, you can join. Otherwise, you can stay with the children back here. Come on, William. How can you say that? Then join me. Let's all go together. I will make all the arrangements there. You don't have to worry about anything at all. Everything will be all right. I can help you to learn this strange language also. It is very easy. If not possible, I will tell you what to do. കുറെ വട്ട് വാങ്ങി വായിക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കുക. വരുന്ന ശബ്ദം ആ ഭാഷയായിരിക്കും. What did you say? What to means? അയ്യോ, don't go and tell this word to anyone. പിന്നെ അടിയുടെ പൂരമായിരിക്കും. Puram.
What does Puram means, yeah? That is Trishur Puram. You come, I will teach you all this. Let's go now. William, we can understand your concern, but we can't afford to send you to India at this juncture. If God wants to reach out to those heathens in India, let Him do it. Why should we bother about it? Pastor, I have already told you that God has called me to go to India. If the church doesn't send me, I will go anyway, because it is a mandate from God. I too recommend William to come to India with me. I am already working for English East India Company there, and I know the situation there. It is pathetic and people are hungry for the Lord. It's a time for us to act. Thomas, you're already there, right? Then you can go ahead and evangelize them. Why does William have to go all the way from here? After all, we need him here in the church. No, we can't send you, William. If you are adamant to go, you can do so. But it is your own responsibility, and the church will not get involved in it. Come, William, let's go. ഈ കുരുട്ടുബുദ്ധികളോട് സംസാരിച്ച് സമയം കളഞ്ഞിട്ട് ഒരു കഥയുമില്ല. What did you just say? I was telling him how good you all are. I said it in Indian language. Come, let's go. Such a beautiful place, Thomas. Praise God, at last we have reached Calcutta. This is a place where God wants us to work. It's just a beginning, William. Let's see what is waiting for us. William, where are we going to stay? God will provide, Dorothy. Don't worry. Mummy, can I have an apple? സായിപ്പേ, കുഞ്ഞിനൊരു ആപ്പിൾ വാങ്ങിക്കൊടുക്കുന്നേ. വയ്യ കുഞ്ഞ് ആപ്പിൾ, എൻ്റെ പൊന്ന് സായിപ്പേ. ഇപ്പോൾ വേണ്ട, പിന്നെ വാങ്ങിക്കാം. ഓ, എല്ലാ സായിപ്പന്മാരിങ്ങനെ കഞ്ചൂസുകളായി പോലെ ഈശ്വര. എന്താ പറഞ്ഞേ? ഈ പുതിയ സായിപ്പ് മലയാളം പറയുന്നോ? എൻ്റെ ഭഗവാനെ, എന്താ കഥ? അതിനെന്താ, ഞാൻ പറയുന്നില്ലേ? ആ, നിങ്ങൾ ഞങ്ങളെ ആളല്ലേ. എന്നാ ഇപ്പൊ വന്ന ഈ പുതിയ സായിപ്പ് എങ്ങനെ മലയാളം പഠിച്ചു? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഇംഗ്ലണ്ടിൽ നിന്നും കപ്പലിൽ ഇവിടെ വരാൻ 6 മാസം എടുക്കും എൻ്റെ രാമു. ഈ 6 മാസത്തിനിടയിൽ വില്യം ഇവിടുത്തെ നിങ്ങളുടെ ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞു. കുരച്ചു പറയും, നന്നായി പഠിക്കണം. ആ സായിപ്പേ, ഈ കുരുവൊക്കെ മാറ്റി നന്നായി മലയാളം പറയണം. ഞാൻ പഠിപ്പിക്കാൻ കേട്ടോ. വെരി ഗുഡ് വില്യം. ഈ രാമു നിന്നെ മലയാളം മാത്രമല്ല ജർമ്മനും പഠിപ്പിക്കും കേട്ടോ. അതാ കക്ഷി. വാ പോകാം. നമുക്കിനിയും അനേക ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷപ്പെടുന്നതായിട്ടുണ്ട്. ഈ വലിയ രാജ്യത്ത് സംസാരിക്കപ്പെടുന്ന അനേക ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ നടക്കുന്ന സുവിശേഷ വേല വിജയിക്കത്തുള്ളൂ. We don't have time to waste or take rest. This is the golden opportunity that God has given us, and we have to make use of this opportunity to reach out the people with the word of God in their own languages. വില്യം, ഇപ്പോൾ തന്നെ നമ്മൾ സാമ്പത്തികമായി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. There is no money even to buy ink for printing. What about your family? They are also in a desperate situation, right? No money even to buy food. How long will your wife and children survive without food, William? Have you ever thought about it? അല്ല സാറേ, എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കുക. നിങ്ങളുടെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുമ്പോഴാണോ ഇനിയും മറ്റ് ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തേണ്ടുന്നു എന്ന് പറയുന്നേ? അതൊക്കെ ദൈവം നോക്കിക്കൊള്ളും. ദൈവം ഇത്രയും നടത്തിയില്ലേ, അതുകൊണ്ട് ഇനിയും നടത്തും. കഷ്ടതയും പട്ടിണിയും ഒക്കെ സുവിശേഷ വേലയുടെ ഭാഗം മാത്രമാണ്. എനിക്ക് ഈ മാസം ശമ്പളം തന്നിട്ടില്ല. ഇനിയും ശമ്പളം തരാതെ ഇരുന്നാൽ എനിക്കിവിടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മാഷേ. എനിക്ക് എൻ്റെ കുടുംബത്തെ പുലർത്തണം. സാരമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ ശമ്പളം തരാം. ദൈവം ഒരു വഴി ഒരുക്കുന്നുണ്ട്. എന്തോ വഴിയാ വില്യം? ആകെ ഉള്ളതെടുത്തല്ലേ നമ്മൾ ബൈബിൾ പ്രിന്റ് ചെയ്തത്. ഇനി എവിടാ പൈസ? എല്ലാം തീർന്നു. എനിക്ക് പൈസയേക്കാൾ വലുത് ഈ നാട് സുവിശേഷം അറിയണമെന്നുള്ളതാണ്.
ഇവിടെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും മാറണമെങ്കിൽ വേദപുസ്തകം എല്ലാ ഭാഷകളിലും പരിഭാഷ ചെയ്യപ്പെടണം. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. ജനങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിക്കണം. Thomas, praise God, at last after 8 years of hard work, we have our first fruit here, brother Das Paul. യഥാർത്ഥ പേര് ദാസ് എന്നാണ്, എന്നാൽ ഇപ്പോൾ ദാസ് പോൾ എന്നറിയപ്പെടുന്നു. നമ്മുടെ പ്രയത്നമൊന്നും ഒരിക്കലും നമ്മുടെ പ്രയത്നമൊന്നും ഒരിക്കലും വ്യർത്ഥമായി പോകത്തില്ലല്ലോ വില്യം. സംസ്കൃത നിഘണ്ടു പൂർത്തിയായി വരുന്നു. അത് അച്ചടിച്ച് പുറത്തു വരുന്നതും കാത്തിരിക്കുകയാണ് ജനങ്ങൾ. പരിഭാഷ ചെയ്യപ്പെട്ട വേദപുസ്തക ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് അച്ചടിക്കപ്പെടണം. എന്തായാലും നമുക്കിവിടെ ആദ്യമായി ഒരു പ്രിൻറ്റിംഗ് പ്രസ് തുടങ്ങാൻ സാധിച്ചത് നന്നായിപ്പോയി. അല്ല എങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നും അച്ചടിച്ച് പ്രതികൾ ഇവിടെ എത്താൻ എന്തുമാത്രം സമയമെടുക്കുമായിരുന്നു, എന്തുമാത്രം രൂപ ചെലവാക്കേണ്ടിയിരുന്നു. ആദ്യമായി ഇന്ത്യയിൽ ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുവാനും ബാങ്കിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും അങ്ങനെ പലതും ഈ നാടിനു വേണ്ടി ചെയ്യുവാൻ കർത്താവ് നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തി. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി എന്നെ സന്തോഷവാനാക്കുന്നത് ഒരു ആത്മാവിൻ്റെ രക്ഷയാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കുക. കുടുംബത്തിലെ വേറെ ആരും കർത്താവിലല്ല എങ്കിലും ഭയപ്പെട്ടു പോകേണ്ട, കർത്താവ് കൂടെയുണ്ട്. ഞങ്ങളെല്ലാ പേരും ഉണ്ടെന്നേ. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. ഇനി ഞാൻ ഈ കർത്താവിനെ വിട്ട് എങ്ങോട്ടുമില്ല. അന്യദൈവങ്ങളെയൊക്കെ ആരാധിച്ചു മടുത്തു. എനിക്ക് സത്യദൈവത്തെ കാട്ടിത്തന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഞങ്ങളെ ദൈവം വെറുമൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കി ഉപയോഗിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനായുണ്ട്. സുവിശേഷത്തിന് ഈ നാടിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വില്യം, സതി എന്ന അനാചാരത്തിനെതിരെ ഉള്ള നമ്മുടെ മുറവിളി ഏതാണ്ട് ഫലിച്ചു എന്ന് തോന്നുന്നു. മിക്കവാറും സ്ത്രീകളോട് കാണിക്കുന്ന ആ മഹാക്രൂരതയെ നിയമപ്രകാരം അബോളിഷ് ചെയ്യുമെന്ന് ഒരറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെത്രയും പെട്ടെന്നുണ്ടാകണം. ഒരു കാരണവശാലും ഒരൊറ്റ സ്ത്രീകളും ഇനി ചിതയിൽ ബലി അർപ്പിക്കപ്പെടരുത്. ഞാനും നിങ്ങളോട് നിൽക്കാം. നമുക്കൊന്നിച്ച് ഈ അന്ധകാല ശക്തികൾക്കെതിരെ പോരാടാം. അതേക്കുറിച്ച് ഗവൺമെൻറ്റിന് അറിവ് കിട്ടിയത് ഇപ്പോഴാണ്. എന്തായാലും ഇനി ആ ക്രൂരത ഇവിടെ നടമാടരുത്. അതുപോലെ ഇനിയുമുണ്ട് പലതും. സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് പരത്താം. അപ്പോൾ ഇരുളിൻ്റെ ശക്തികൾ ഓടി ഒളിച്ചുകൊള്ളും. അനേക ഭാഷകളിൽ വേദപുസ്തക പരിഭാഷ ഇപ്പോൾ നടക്കുവാണല്ലോ. ഇനിയും അനേക ഭാഷകളുണ്ട്. നമുക്ക് ഇനിയും ഭാഷകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിലൊക്കെ വേദപുസ്തകം പരിഭാഷപ്പെടുത്തണം. ഓൾറെഡി 25 ഭാഷകളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ചിലതൊക്കെ ഏതാണ്ട് തീരാറായി. എത്രയും പെട്ടെന്ന് അതൊക്കെ പ്രിന്റ് ചെയ്ത് പുറത്തിറക്കണം. പ്രൈസ് ഗോഡ്. നമുക്ക് ഒന്നിച്ചു നിന്ന് വീണ്ടും കർത്താവിനായി വൻകാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ ഭാരതം കർത്താവിനെ അറിയട്ടെ. അന്ധകാര ശക്തികൾ തകരപ്പെടട്ടെ. ഹല്ലേലൂയ. വില്യം, നമ്മുടെ ദാസ് പോളിനെ സുവിശേഷ വിരോധികൾ മർദ്ദിച്ചു. ഇപ്പോൾ അവശ നിലയിലായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സഹോദരനെ ആശുപത്രിയിൽ എത്തിക്കണം. അല്ലെങ്കിൽ അപകടമാണ്. വളരെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കേൾക്കുന്നത്. ഓ മൈ ഗോഡ്, ഞാൻ എന്തായി കേൾക്കുന്നത്? ഇപ്പോൾ എവിടെയാ അദ്ദേഹം? വീട്ടിലാണോ? അറിയില്ല വില്യം, ഞാൻ ഈ വാർത്ത അറിഞ്ഞതേ ഉള്ളൂ. മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. വാ, എന്തായാലും നമുക്ക് പോളിന്റെ വീട്ടിലോട്ട് തന്നെ പോകാം. ഇപ്പോൾ പോൾ എവിടെയാണ് സാവിത്രി? വീട്ടിലാണോ? ഇല്ല, അവർ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി തെരുവിലിട്ടിരിക്കുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കാണുവാനായി ഞാൻ ഓടി വന്നത്. താങ്ക് ലോർഡ്, നിങ്ങളെ വഴിയിൽ വെച്ച് തന്നെ കാണാൻ സാധിച്ചല്ലോ. വില്യം, വാ, നമുക്ക് പോകാം. എത്രയും പെട്ടെന്ന് നമുക്ക് പോളിനെ ആശുപത്രിയിൽ എത്തിക്കണം.
ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉത്തരവ്. ഇന്നു മുതൽ ഇനി സതി എന്ന പേരിൽ സ്ത്രീകളെ മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചുട്ടുകൊല്ലുവാൻ പാടില്ലാത്തതാകുന്നു. ഇനി ഈ ആചാരം ആരെങ്കിലും അനുവർത്തിക്കുന്ന പക്ഷം നിയമപരമായ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകുന്നതായിരിക്കുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും നിലനിൽപ്പിനും ഇത് അനിവാര്യമാണെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് എന്നും പൊതുജനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സഹോദരിമാർ ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കേണ്ടവരാണെന്നും അവർ അകാരണമായി കൊല്ലപ്പെടേണ്ടവരല്ല എന്നും നാട്ടുകാർ അറിയണം എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉത്തരവ്. ഇന്നു മുതൽ ഇനി സതി എന്ന പേരിൽ സ്ത്രീകളെ മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചുട്ടുകൊല്ലാൻ പാടില്ലാത്തതാകുന്നു. അയ്യോ തീ! അയ്യോ ഓടി വരണേ! അയ്യോ 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 തീ! ഓടി വരണേ! അയ്യോ ആലു ഓടി വായോ! അയ്യോ തീ വരുന്നേ! ഞങ്ങളുടെ വീട് പോകുന്നേ! അയ്യോ ഓടി വായോ! കത്തുന്നേ! അയ്യോ വെള്ളം ഒഴിക്കണേ! തീ! അയ്യോ വെള്ളം ഒഴിക്കണേ! ആലു ഓടി വായോ! അയ്യോ അയ്യോ! Oh God, why this happened to us this way? Several years of hard work has been burned within seconds. All the original manuscripts, Bibles, printing press and books, everything is gone. Oh God, why Lord, why? Don't worry, Thomas. He is still in control. Nothing happened to us accidentally. God has a purpose for everything. Let us continue to work for Him. We'll build up again what has been lost. Don't worry. Keep trusting in the Lord. William, our child is sick and running high fever. Let us pray to God, Dorothy. We don't have money to take him to the hospital right now. I know it, William. You don't have to tell it. You have money only to do your work. And you don't have money to spend for your family. Dorothy, please don't say like that. Now this is the time for us to pray for our child. You pray if you want. Don't get me involved. I don't want to pray. Peter? Peter! Peter! Lord, we have come here to do your work. Now you have called my child back to you. Nobody is there to you and help me to bury my little one. Lord, give me grace to give him a decent burial. Baby, my dear baby, love you, baby, love you. Oh, don't cry, huh? I'll give you milk. Love you, baby. You are a murderer. You killed my child. Dorothy, why are you talking like this? Don't you know that we are here to do God's work? And in God's work, we can't expect everything to go smoothly always. We have to move forward, Dorothy, whatever happens. You killed my child and you're a murderer! Oh, what's going on here? What's going on here? William! Oh my God! Leave me! I want to kill him! Leave
Oh my God. He's a murderer. Come, Dorothy, come. Just leave me alone. സോറി ടു ടെൽ യു തോമസ്, ഡോറത്തിയുടെ സമനില തെറ്റിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വല്ലാതെ വയലൻ്റ് ആകുന്നു. എനിക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ വന്ന നാൾ മുതൽ ഇതുവരെയും കർത്താവ് നടത്തി. എന്നാൽ ഇതെനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല തോമസ്. സാരമില്ല വില്യം, ഇതുവരെ കർത്താവ് നടത്തിയില്ലേ, ഇനിയും നടത്തും. വില്യം തന്നെയല്ലേ പറയാറുള്ളത്, എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് ആൻഡ് അറ്റൻഡ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്. വാ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മിസ്റ്റർ ഡവ്, ദൈവം ഇത്രത്തോളം സഹായിച്ചു. നമ്മുടെ എല്ലാവരുടെയും പ്രയത്നങ്ങളുടെ ഫലമായി അനേക ഭാഷകളിൽ ദൈവവചനം പരിഭാഷപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇനി നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകേണ്ടതായുണ്ട്. നിങ്ങളെല്ലാവരും ചേർന്ന് സുവിശേഷത്തിൻ്റെ ദീപശിഖ ഈ ഭാരതത്തിൻ്റെ അറ്റത്തോളം എത്തിക്കണം. എൻ്റെ യാത്രയ്ക്കുള്ള സമയമായി മിസ്റ്റർ ഡവ്. വില്യം, താങ്കളെ പോലെ ഇത്ര മഹാനായ ഒരു മിഷണറി ഈ ഭാരതത്തിൽ വന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമാണ്. മിസ്റ്റർ ഡവ്, when I am gone, say nothing about William Carey. Speak only about William Carey, Savior. Could you fetch me a glass of water, please? I feel very tired and weak in my body. വില്യം, 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 ഓ മൈ ഗോഡ്, വില്യം, 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 ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. 1793 നവംബർ 9 വില്യം കേറി ഇന്ത്യയിൽ വന്നു. അന്ന് വില്യത്തിൻ്റെ വയസ്സ് വെറും 32. ഇന്ത്യയിൽ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പോലും തൻ്റെ സ്വന്തം നാടായ ഇംഗ്ലണ്ടിൽ തിരിച്ചു പോകാതെ 41 നീണ്ട വർഷക്കാലം താൻ ഇന്ത്യയിൽ പ്രവർത്തിച്ചു. അവസാനം 1834 ജൂൺ മാസം 9 തീയതി തൻ്റെ 71ാമത്തെ വയസ്സിൽ വില്യം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചു ചേർക്കപ്പെട്ടു. ഇന്ത്യയിൽ ഇന്ന് നാം കാണുന്ന പല നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും നാന്ദി കുറിച്ചത് വില്യമും തൻ്റെ കൂടെ പ്രവർത്തിച്ച മറ്റ് മിഷനറിമാരുമായിരുന്നു. നാം ഇന്ന് കാണുന്ന ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റം, ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ, അച്ചടിശാല, പല ഭാഷകളും പുറത്തിറക്കിയ നിഘണ്ടുകൾ എന്നിവ അവയിൽ ചിലതു മാത്രം. അതുപോലെ ഇവിടെ നടമാടിയിരുന്ന സതി, ശിശുഹത്യ എന്നിത്യാദി ക്രൂരകൃത്യങ്ങൾക്ക് അറുതി വരുത്തിയതും ആ മഹാന്മാരുടെ പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ ഏറ്റവും അധികമായി വില്യം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചെയ്ത പ്രവർത്തനമായിരുന്നു വേദപുസ്തക പരിഭാഷ. വില്യം കേരിയുടെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് 46 ഇന്ത്യൻ ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഇതിൽ ചില ഭാഷകളിൽ പൂർണ്ണമായും, ചിലതിൽ പുതിയ നിയമവും, മറ്റ് ചില ഭാഷകളിൽ വേദപുസ്തക ഭാഗങ്ങളും ഉൾപ്പെടുന്നു. ആ മിഷനറിമാർ തങ്ങളുടെ വേല തികച്ചിട്ട് ബാറ്റൺ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ തന്നിട്ട് വിട പറഞ്ഞു. ഈ ഭാരതത്തെ കർത്താവിനെ നേടുവാൻ ഇനിയും നമുക്ക് വളരെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മഹാന്മാരായ മിഷനറിമാർ നമ്മുടെ മുന്നിൽ കാണിച്ച ആ നല്ല മാതൃക നമുക്ക് പിന്തുടർന്ന് നമ്മുടെ ഭാരതത്തെ കർത്താവിനായി നേടാം. അതിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഈ ജീവചരിത്ര വീഡിയോയിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് സധൈര്യം മുന്നേറാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കായി
നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഭവനങ്ങളിലിരുന്നു കൊണ്ട് യുവജന സഖ്യ ആരാധനയിൽ പങ്കുകൊള്ളാൻ കൃപ ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധനയിലൂടെ ഞങ്ങൾ അനുഭവിച്ച പരിശുദ്ധാത്മ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് ലോകത്ത് നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കാൻ എല്ലാ യുവജനങ്ങളെയും സഹായിക്കണമേ. ഞങ്ങളിനി ആലയത്തിൽ കൂടി ഒന്ന് ഒരുമിച്ച് വരുവോളം, ആരാധിക്കാൻ ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവോളം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചുകൊള്ളണം. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ നിലവിളി ക്രിസ്തു യേശുവിൽ കാക്കട്ടെ. പിതാ, പുത്ര, പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹവും കാവലും കൂട്ടായ്മയും നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.